മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. എൻ്റെ ഒരു നോർമൽ ഡേ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുന്നത് ഒരു 6:15 6:30 അതിൻ്റെ ഉള്ളിൽ ഞാൻ എണീക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ ജിമ്മ് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ രാവിലെ എണീറ്റ് ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫോൺ എടുത്ത് ചാർജിലിടും. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വന്നിട്ട് എൻ്റെ ബെഡൊക്കെ നന്നായിട്ട് വിരിച്ചിടും. ഇത് ചെയ്തില്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് നിന്ന് നല്ല ചീത്ത കേൾക്കും. അപ്പോൾ വെറുതെ നമ്മൾ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എണീറ്റപ്പോൾ തന്നെ ആ പണി അങ്ങോട്ട് കഴിച്ച് വയ്ക്കും. അമ്മ ഭയങ്കരമായിട്ട് ബെഡ് ഭയങ്കര ക്ലീനായിട്ട് കാണണം നമുക്ക്. ഞാൻ അമ്മേൻ്റെ ബെഡിൻ്റെ വീഡിയോ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പോയിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി വെക്കുമ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞേ ഇന്ന് വൈകുന്നേരം പോവാം ജിമ്മിൽ, രാവിലെ അമ്പലത്തിൽ പോകാനുണ്ടെന്ന്. അപ്പം ഞാൻ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. പൊതുവേ ഞാൻ രാവിലെയാണ് ജിമ്മിൽ പോവൽ. എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീക്കും. അല്ലെങ്കിൽ നമുക്ക് എണീക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാവുമല്ലോ. ജിമ്മിൽ പോകാനുള്ളതുകൊണ്ട് എന്തായാലും എന്നും ഡെയിലി നേരത്തെ എണീക്കും. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യൽ ഡോട്ട് ആൻഡ് കീൻ്റെ സീക്ക ഫേസ് വാഷാണ്. എനിക്ക് നല്ലൊരു ഫേസ് വാഷായിട്ടാണ് അത് തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് ഫേസ് വാഷ് യൂസ് ചെയ്തതിൽ എനിക്ക് ഇതുവരെ എൻ്റെ സ്കിന്നിന് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അതിനുശേഷം പിന്നെ ടൈം ഉണ്ടല്ലോ, അമ്പലത്തിൽ പോയി ജിമ്മിൽ പോവുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പോകണം. അമ്പലത്തിൽ പോകാണ്ട് കുറച്ചുകൂടെ ടൈം ഉണ്ട്. നേരത്തെ എണീറ്റുകൊണ്ട് ഞാനൊരു ചെറിയ ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കടലപ്പൊടിയും ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് ഇതേപോലെ ഒരുവിധം സാധനങ്ങളൊന്നും അങ്ങനെ പറ്റലില്ല, പെട്ടെന്ന് പിമ്പിൾ വരും. അപ്പം കടലപ്പൊടി എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ അത്യാവശ്യം നല്ല ഓയിലി സ്കിൻ ആൻഡ് ഓയിലി ഹെയർ ആണ്. ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് താനേ തന്നെ മുടിയിൽ നിന്ന് എണ്ണ ഇറങ്ങും. അപ്പം ഫേസിൽ പിമ്പിൾസ് വരും. പൊതുവേ ഞാൻ ഇതേപോലെ ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് ക്ലീനിങ് ഒക്കെ ചെയ്യൽ. പക്ഷേ ഇന്നിപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം പോയിട്ട് അടിച്ചു വാരുന്ന പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചു വാരുന്ന പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ പോകാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷായി മാറ്റി ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ അടുത്ത് തന്നെ ഉള്ളൊരു അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നല്ല പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രസാദം. അപ്പോൾ വീട്ടിൽ വന്ന് അത് കഴിച്ചതിന് ശേഷം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പായസം കഴിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ തുടയ്ക്കുന്ന പണീനേക്കാളൊക്കെ പാത്രം കഴുകലാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നൽ. പാത്രം കഴുകി കഴിഞ്ഞ് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇതാണ് അമ്മേൻ്റെ ബെഡ്. അമ്മയ്ക്കിത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിടക്കണം. അമ്മ വൃത്തിയാക്കിയിടും രാവിലെ തന്നെ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇതാക്കിയാൽ പിന്നെ നല്ല കേൾക്കും. അപ്പം അമ്മേൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് സേഫ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ജനലൊക്കെ തുറന്നിട്ടിട്ട് അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുക, കിടന്ന് ഫോണിൽ കളിക്കുക. പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഒരു ഇത് കുക്കിങ്ങൊക്കെ പിന്നെ അമ്മ ചെയ്യും. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് അതിന് പാത്രം കഴുകാനുണ്ടാവുക, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അമ്മ കുക്കിംഗ് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുണ്ടാവും. ആ ടൈമിൽ എൻ്റെ ഫ്രണ്ടും ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഓർമ്മ എനിക്കില്ല. നമുക്ക് ലഞ്ചിന് നല്ല ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും തൈരും അച്ചാറും ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ കിടന്ന് ഫോണിൽ കളിച്ച് അങ്ങനെ വൈകുന്നേരം ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. എനിക്കറിയില്ല, ജിമ്മിൽ പോകാൻ എനിക്കിപ്പോൾ വലിയ മടിയൊന്നുമില്ല. ഫസ്റ്റ് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ജിമ്മിൽ പോയി വന്നതിന് ശേഷം അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ റിസൾട്ട് എന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ നൈസായിട്ട് ഫോൺ അമ്മേൻ്റെ കൈമ കൊടുത്ത് എസ്കേപ്പായി. അച്ഛനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് 25th. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണ്. ഓക്ക്
ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ജേർണൽ. അപ്പം ഏകദേശം അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു തീമിൽ ഇഷ്ടപ്പെട്ടൊരു കളറാണ് നമ്മൾ ഫ്രണ്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന കൊറിയർ. അതിനുശേഷം പിന്നെ രാത്രി ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് മാംഗോൻ്റെ ഐസൊക്കെ ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരുമാതിരി അങ്ങനെ ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടേന്. അപ്പം എൻ്റെ ഒരു നോർമൽ ഡേ ഇത്രയും സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.